എയറിലാവുന്നു എന്നുള്ളതിനെ ഞാൻ വലിയ കാര്യമാക്കണില്ല. ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, എയറിലാവുന്നു എന്നുള്ളതിനെ ഞാൻ വലിയ കാര്യമാക്കണില്ല. എനിക്ക് വിഷമൊന്നുമില്ല, ഇതൊക്കെ ഉള്ളതല്ലേ. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. എങ്ങനെ എയറിലായി മനസ്സിലായില്ല. അതായത് കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പിന്നെ എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 വയസ്സ് വരെ എനിക്ക് കഷ്ടപ്പാടും ചീത്ത സമയമാണെന്ന്. പിന്നെ അത് ശീലായിക്കളും കുഴപ്പമില്ലെന്ന ജോലിച്ചൻ പറഞ്ഞേ. ഞാൻ നമ്മളിപ്പോ ഒരു ഹോട്ടൽ റൂം എടുത്തു കഴിയുമ്പോഴത്തേക്കും എനിക്ക് എന്റെ ജോലി ഇതുപോലെ വൃത്തിയാക്കലായതുകൊണ്ട് അറിയാം എവിടെയൊക്കെ ഹിഡൻ സ്പോട്സിൽ പൊടി ഉണ്ടാവും അല്ലെ അഴുക്കുണ്ടാവും എന്നുള്ളത്. അത് സാറേ ഈ വീടും നമുക്ക് വൃത്തിയായിട്ട് ഇടുന്ന ഞങ്ങൾ തോനക്കാടുകാർക്ക് സഹിക്കല. അവിടെ ഓഫീസിന്റെ അവിടെ ഭയങ്കര കാടും പടലും വരുന്നേ, കുറെയൊക്കെ ഞാൻ വെട്ടി തെളിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും ഞാൻ അതിനെ പ്രോപ്പറായിട്ട് ഒരു വീഡിയോ ആക്കുന്നു. സംശയിക്കണ്ട, എന്ന് മനീതിക്കെതിരെ ശബ്ദം ഉയർത്തുന്നവനാണ് ഞാൻ. അതുപോലെ പല സ്ഥലങ്ങളിൽ പോകുമ്പോ നിങ്ങൾ അത് വീഡിയോ ആക്കും. എക്സാക്ട്ലി. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഈ ഇടയ്ക്ക് ഒരു ഹോട്ടലിന്റെ റൂം നിങ്ങളാണോ ഇട്ടിരുന്നത്? ഞാൻ ആക്ച്വലി ആരാ എന്താന്ന് ഓർക്കണേ. സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കാം. പ്രശ്നമാണോ? എടാ നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. രണ്ടായാലും ഇത് വെയിലിരുന്ന പാമ്പായിരുന്നു. പോണതിന് മുമ്പ് ഇനി ഫ്ലോർ വൃത്തിയില്ല എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുമെന്നുള്ള എന്റെ പേര്. പിന്നെ അവിടെ ഇവനൊക്കെ വല്ല കാര്യമുണ്ടോ ഈ മനോരമയ്ക്ക്? ഇവൻ ഇനി ആ സെറ്റിന് വൃത്തിയില്ല, ഇവിടെ ആ പൂത്തിരിക്ക് വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ തന്നെ അനുഭവിക്കണ്ടേ? ഇല്ല ഇല്ല, എനിക്ക് ഞാൻ പൈസ കൊടുത്ത് ഒരു ഫെസിലിറ്റി എടുക്കുമ്പോ അവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയില്ലേ മാത്രമേ ഞാൻ പ്രശ്നം ഉണ്ടാക്കുള്ളൂ. അല്ലാത്ത ഞാൻ പ്രശ്നക്കാരനല്ല. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.